ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലൂടെ കൊടുക്കുന്നത് 5000 രൂപയാണ്. 2 വർഷത്തേക്കാ കൊടുക്കുന്നത്. അപ്പോ സെൻട്രൽ ഗവൺമെന്റ് ഇതിനെ അംഗീകരിക്കുന്നുണ്ടോ? കേരള സർക്കാർ അംഗീകരിക്കുന്നുണ്ടോ? അതിന്റെ എല്ലാ പേപ്പേഴ്സും ഇതിലുണ്ട്. അല്ലാണ്ട് ഇത്ര ധൈര്യമായിട്ട് ഞാനിങ്ങോട്ട് വരാം. ഇത് മതി, ഇത്ര മതിയല്ല. ഒരു സംഗതി മാരക എന്ന് പറഞ്ഞത് മതി. ഇഞ്ചിന്റെ കണക്കാ മാരക എന്ന് പറഞ്ഞാൽ. ഇത് ഒരാളെ ചൂണ്ടി നിർത്താനോ അല്ലെങ്കിൽ പേടിപ്പിക്കാനോ ഇത് കത്തിയെടുത്തിട്ട് എനിക്ക് തന്നെ ഒരാളെ മുമ്പിൽ നിൽക്കാൻ പേടിയാ, പിന്നുള്ള ഒരാളെ പേടിപ്പിക്കല്ലേ. അങ്ങനെ ആരെങ്കിലും പേടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ കത്തിയെടുത്ത് പേടിപ്പിക്കേണ്ട ആവശ്യമില്ല. അന്നേരം ചൂണ്ടി അങ്ങ് നിർത്തിയാൽ മതി. അങ്ങനെ നിർത്താൻ കഴിയുമെന്ന് അതും ചർച്ച ചെയ്യണം. നമുക്ക് ഇതൊക്കെ ചർച്ച ചെയ്യണം. നമുക്ക് 24 ഇസ്മുകളാണ്. അപ്പൊ നിയമവശം മനസ്സിലായില്ലേ? തിരിഞ്ഞോ? കൽബി പറഞ്ഞാലങ്ങോട്ട് ഉറപ്പിക്കാൻ വേണ്ടി ഇനി നമുക്ക് ശാസ്ത്രീയതയിലേക്ക് പോകണം. റിഫായി തങ്ങൾ ആരാണെന്നുള്ളതിലേക്കാണ് ഇനി അടുത്ത സെഷനിലേക്ക് പോകുന്നത്. അതിനു മുമ്പ് 24 ഇസ്മുകൾ പറയുമ്പോൾ എല്ലാ ആളുകളും സുൽത്താൻ അഹ്മദുൽ കബീർ എന്ന് എല്ലാവരും ചൊല്ലണം ഇൻഷാ അല്ലാഹ്. പവർ കിട്ടാൻ, വിൽ പവർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സാധനം ദിക്ർ മാത്രമാണ്. മനസ്സിന് ഉറപ്പ്, ഹിമ്മത്ത് എന്നുണ്ടല്ലോ നമ്മള് വിൽ പവർ. അതുണ്ടാക്കിയെടുക്കാൻ അത് ദിക്റിനല്ലാതെ വേറൊന്നും സാധ്യമല്ല എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇമാം ഖുശൈരി റളിയല്ലാഹു തആല അൻഹു തന്റെ റിസാലയിൽ പറഞ്ഞിട്ടുള്ളത് ദിക്റു സൈഫുൽ മുരീദീന ബിഹി. ദിക്ർ എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിച്ച ആളുകൾക്ക് അതൊരു തരം വാളാകുന്നു. യുഖാതിലൂന അഅദാഉ, അവന്റെ ശത്രുക്കൾ അതിനുകൊണ്ടാക്കുന്നു, വെട്ടുന്നു. വയദ്ഫഉന ബിഹിൽ ആഫാത്ത്, അവൻ അപകടങ്ങളെ തടയുന്നതും ആ ദിക്ർ കൊണ്ടാണ്. ശത്രുക്കളെ വെട്ടുക എന്ന് പറഞ്ഞാണെങ്കിൽ തന്റെ പൊരന്റെ അടുത്തുള്ള ആളെപ്പൂറ്റി വെട്ടുക എന്നുള്ള അർത്ഥത്തിലല്ല. ഒന്ന് ഹവൻ നഫ്സ്, ശരീരിച്ഛകളെ, പൈശാചികമായ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓനെന്താ ഒഴിവാക്കിയെടുക്കുന്ന ഈ ദിക്റിലൂടെ. മറ്റേത് അപകടങ്ങളെ തരണം ചെയ്യുന്ന ദിക്റിലൂടെയാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ നമ്രൂദിന്റെ അഗ്നികുണ്ഡാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അവിടുന്ന് ചൊല്ലി ഹസ്ബി അല്ലാഹ് ചൊല്ലിയത്. ഇനി യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യവയറ്റിൽ അകപ്പെട്ടപ്പോൾ അവിടുന്ന് ചൊല്ലിയത് എന്താണ്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, യൂനുസ് നബി അങ്ങനെ ചൊല്ലിയിരുന്നില്ലെങ്കിൽ ലലബിസ ഫീ ബത്നി ഇലാ യൗമി യുബഅസൂൻ, ഖിയാമത്ത് നാൾ വരെ മത്സ്യവയറ്റിൽ അകപ്പെടുകയായിരുന്നു. ഖാലിദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് മസീഹ് എന്ന് പറഞ്ഞ ക്രിസ്തീയ ഒരു ജൂതൻ വന്നിട്ട് എന്താക്കി? നഞ്ഞു കൊടുത്തു. നിങ്ങളുടെ മതം അങ്ങനെയാണോ? ഞങ്ങൾക്കൊന്ന് കാണലോ, ഒന്ന് തെളിയിക്കാൻ പറ്റുമോ? അപ്പയോ അവിടുന്ന് പറഞ്ഞു ചില ദിക്റുകൾ ചൊല്ലി കുടിച്ചപ്പോ നഞ്ഞെന്ന് പറഞ്ഞ ടോപ്പ് പോയിസൺ, ഒന്നും സംഭവിച്ചില്ല. അപ്പൊ ദിക്റിന് പവർ ഉണ്ട് എന്നുള്ളത് വിശുദ്ധ ഖുർആൻ കൊണ്ട് എന്താക്കാം? തെളിയിക്കാൻ പറ്റും. ടെൻഷൻ ഒഴിവാക്കണമെങ്കിലോ ഹൃദയത്തിന് കൂളിംഗ് കിട്ടാൻ അത് ദിക്റിലൂടെ മാത്രമേ സാധിക്കുന്ന വിശുദ്ധ ഖുർആൻ പറയുന്നു. അതുകൊണ്ട് ദിക്ർ ചെല്ലാം. മഹാന്മാരുടെ പേര് പറയുമ്പോൾ നമ്മുടെ ദോഷങ്ങൾ തീരുകയാണ് ചെയ്യുക. എല്ലാവരും ചെല്ലാം. യാ ഫല്ലഅളം സുൽത്താൻ അഹ്മദൽ കബീർ യാ താജൽ വാസിലീൻ സുൽത്താൻ അഹ്മദൽ കബീർ. എല്ലാവരും ചെല്ലുക. യാ നൂറ അളമതി സുൽത്താൻ അഹ്മദൽ കബീർ യാ നൂറ റഹ്മതി സുൽത്താൻ അഹ്മദൽ കബീർ യാ നൂറ മഹബതി സുൽത്താൻ അഹ്മദൽ കബീർ യാ നൂറ ജമാലി സുൽത്താൻ അഹ്മദൽ കബീർ യാ നൂറ നൂരിഹി സുൽത്താൻ അഹ്മദൽ കബീർ യാ ഖുത്ബൽ ആലമീൻ
سلطان أحمد الكبير يا شيخ أهل السماء والأرضين سلطان أحمد الكبير يا كنز معرفته سلطان أحمد الكبير يا ولد فاطمته سلطان أحمد الكبير يا كبد رسوله سلطان أحمد الكبير يا حبيبه سلطان أحمد الكبير يا فقيري سلطان أحمد الكبير يا سر سراري سلطان أحمد الكبير يا نور كبريائه سلطان أحمد الكبير يا عبده سلطان أحمد الكبير يا روحه سلطان أحمد الكبير കൂടി നന്നായി ചെല്ല ഞാൻ പറയുന്ന ആള് സാധാരണക്കാരായ ഒരാളെ പേരല്ല, സാധാരണക്കാരായ ഒരാളെ പേരല്ല ഞാൻ പറയുന്നത്. ലോകത്തുള്ള നിഖില ഔലിയാക്കന്മാരുടെ നേതൃനിലയിരിക്കുന്ന മഹാമനീഷ് ഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു തആല സിറുൽ അസീസ് തങ്ങളുടെ പേരാണ് ഞാൻ ഇവിടെ പറയുന്നത്. അതാണ് നിങ്ങൾ അവരെ പേര് കേൾക്കുമ്പോൾ സുൽത്താൻ അഹ്മദുൽ കബീർ റിഫായി എന്ന് പറയുന്നത്. നമ്മളെപ്പോലെ ലോകത്തിന് അദ്ദേഹത്തിന്റെ അവരുടേതായ ഒരുപാട് അച്ചീവ്മെന്റ്സുകൾ കാഴ്ചവെച്ചുകൊണ്ടാണ് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞത്. അറിയോ നിങ്ങൾ? ഒരിക്കല് കൂഫയുടെ സമീപത്തുള്ള ഉമ്മ അബീദ പള്ളിയിൽ നിൽക്കുകയാണ്. ഓസുൽ അക്ബർ തങ്ങള് അവിടുന്ന് പെട്ടെന്ന് തക്ബീർ ചെല്ലാൻ തുടങ്ങി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ശിഷ്യന്മാര് ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? അവിടുന്ന് പറഞ്ഞു, എനിക്ക് അല്ലാഹുവിന്റെ അനുമതി ലഭിച്ചിട്ടുണ്ട്, എനിക്ക് ഹജ്ജിന് പോകണം, അത് കഴിഞ്ഞ് റൗള സിയാറത്ത് ചെയ്യണം. കൂഫയിൽ നിന്നതാ ശിഷ്യഗണങ്ങളോടെ കൂടെ ശിഷ്യസമേതം റൗളയിലേക്ക് പോകുകയാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ സംബന്ധിച്ച് സവിസ്തരം പ്രതിപാദിക്കുന്ന ഒരു കിതാബല്ലേ സഹോദരന്മാരെ, ഷെയ്ഖ് മുഅ്മിൻ തങ്ങളുടെ നൂറുൽ അബ്സാർ അതിന്റെ അവസാന ഭാഗത്ത് അൽ അഖ്താബുൽ അർബഅ എന്ന് ഹെഡ്ലൈൻ ചെയ്തുകൊണ്ട് മുസന്നിഫ് തങ്ങൾ ആദ്യമേ വിവരിച്ചത് ഷെയ്ഖ് റിഫായി തങ്ങളുടെ ചരിത്രമാണ്. അവിടുന്ന് പറയുന്നു, ലമ്മാ ഹജ്ജഹ ഫവഖഫ ഫീ റൗളത്തിൽ മുബാറക. ഷെയ്ഖ് റിഫായി തങ്ങൾ ഹജ്ജിന് പോയി. അങ്ങനെ ഹജ്ജ് കഴിഞ്ഞ് റൗള സിയാറത്ത് ചെയ്യാൻ അവിടുത്തെ റൗളയുടെ ചാരേ നിന്നു. എന്നിട്ട് കവിത ചൊല്ലാൻ തുടങ്ങി. ഇത്ര കാലം ഞാൻ എന്റെ മനസ്സിൽ സ്നേഹിച്ച, ഇത്ര കാലം സ്വലാത്ത് ചൊല്ലി ദിക്ർ ചൊല്ലി എന്റെ മനസ്സിൽ സ്നേഹിച്ച എന്റെ സ്നേഹഭാജനത്തെ കണ്ടപ്പോൾ ഷെയ്ഖ് റിഫായി തങ്ങൾ കടക്കാൻ കഴിഞ്ഞില്ല. കവിതാരൂപത്തിൽ ആ പ്രേമം വിടരുകയാണ്. അവിടുന്ന് ചെല്ലുകയാണ് കഅബയുടെ ആ തൂണ്ട് പിടിച്ചുകൊണ്ട് ചെല്ലു. ഫി ഹാലത്തിൽ ബഹദിറു ഹി കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർളാനി വഹിയ നായിബതി ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹളറത് ഫംദുദ് യമീനക കൈ തഹ്ലാ ബിഹാ ശഫതി. എന്റെ ഹബീബേ, ഞാൻ എവിടെയാണെങ്കിലും ഏത് വാസസ്ഥലത്താണെങ്കിലും എന്റെ ആത്മാവിനെ, എന്റെ റൂഹിനെ സവിധം കൊള്ള പറഞ്ഞേക്കാറുണ്ട്. പറഞ്ഞേക്കുക മാത്രമല്ല, എനിക്ക് പകരമായിട്ട് എന്റെ ആത്മാവിന്റെ റൂഹുണ്ടല്ലോ, ഈ റൗളയുടെ തിരുകോണുകളിലെല്ലാം തന്നെ ചുംബിക്കാറുണ്ട് എന്റെ ഹബീബേ. فهذه نوبة الأشباح قد حضرت فامدد يمينك كي تهلا بها شفتي. എന്നാൽ ഇപ്പോൾ വന്നിട്ടുള്ളത് സാധുവായ റിഫായിന്റെ ആത്മാവ് ഉൾക്കൊള്ളുന്ന ശരീരവുമായിട്ട് ഇതാ വന്നിരിക്കുന്നു. ഫംദുദ് യമീനക,
ഞാനൊരപേക്ഷ സമർപ്പിക്കുകയാണ് റൗദയിലേക്ക്, എന്റെ ഹബീബിലേക്ക് ഇതാ ഒരപേക്ഷ സമർപ്പിക്കുകയാണ്. എന്റെ അപേക്ഷ നിരസിക്കല്ലേ. അവിടുത്തെ വലതുകരം ഒന്ന് എനിക്ക് നീട്ടിത്തരണം, അത് ചുംബിച്ചിട്ട് എന്റെ അധരങ്ങൾ ഭാഗ്യം സിദ്ധിക്കണം ഹബീബേ എന്നൊരപേക്ഷ അള്ളാന്റെ ഹബീബിലേക്ക് ശൈഖ് റിഫായി തങ്ങൾ സമർപ്പിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദഹുൽ മുബാറക, അള്ളാന്റെ ഹബീബ് റൗദയിൽ നിന്ന് അവിടുത്തെ കരം നീട്ടിക്കൊടുക്കുകയും ശൈഖ് റിഫായി തങ്ങളെ ചുംബിക്കുകയും ചെയ്തു. ലോകത്തുള്ള നിഖില ഔലിയാക്കന്മാരുടെ നേതൃനിരയിക്കുന്ന മഹാമനീഷിയാണല്ലോ ഗൗസുൽ ആദം സുൽത്താൻ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു തആല സിറുൽ അസീസ്. അവരടക്കമുള്ള മഹാമനീഷിമാർ ഈ കാഴ്ച കാണാനുണ്ടായിരുന്നു. അള്ളാന്റെ ഹബീബ് പരസ്യമായി ഇജാസത്ത് കൊടുക്കുകയാണ്. ശൈഖ് റിഫായി തങ്ങൾക്ക് ഈ ഒരു കാഴ്ച കാണാൻ ഗൗസുൽ ആദം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ സംശയം ഉണ്ടോ, ഇങ്ങനെ നടക്കുവോ അല്ലെ? ചെറിയൊരു സംശയം. അങ്ങനെ നടന്നതാണെങ്കിൽ ഏത് കൊല്ലത്തിൽ അങ്ങനെ നടക്കുക? അങ്ങനെ മറ്റേ തൊട്ടടുത്താക്കില്ലേ സംശയം അല്ലേ? ഇനി അത് എഴുതണ്ട, ഞാൻ പറഞ്ഞുതരാം. ഹിജ്റ വർഷം 555 ഈ സംഭവം നടക്കുന്നത്. BA ഇസ്ലാമിക് ഹിസ്റ്ററി എടുത്ത് പഠിക്കുന്ന ഒരു കുഞ്ഞുമോനിക്ക് ഈ ചരിത്രം ഈ ചരിത്രം പഠിക്കാതെ അവന്റെ പഠനം പൂർണ്ണമാകുന്നില്ല. ഇസ്ലാമിക ചരിത്ര പണ്ഡിതന്മാരിൽ പ്രസിദ്ധനായ ഇമാം ഇബ്നു ഖല്ലിഖാൻ തങ്ങൾ തന്റെ വഫിയാത്തുൽ അയാൻ പോലത്തെ കിതാബുകൾ ഇതിന് വളരെ വിശദമായി വിവരിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, ആ ഒരു മഹാമനീഷിയുടെ പേരാണ് ഞാനിവിടെ പറഞ്ഞത്. അള്ളാന്റെ ഔലിയാക്കന്മാര് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരല്ല, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കാം. ഒരു തസ്ബീഹി മാല പിടിച്ചത് കൊണ്ട് ഒരാളെപ്പോ ഔലിയാന്ന് അറിയാൻ പറ്റും? തസ്ബീഹി മാലയൊക്കെ പിടിച്ച ഔലിയാന്ന് അറിയാൻ പറ്റും? അല്ലെങ്കിൽ ഒരാൾ വായുവിലൂടെ അങ്ങ് സഞ്ചരിച്ചു, അയാൾ ഔലിയാന്ന് അറിയാൻ പറ്റും? നിങ്ങൾ പറയും. അങ്ങനെ പറഞ്ഞ കറക്റ്റ് പറയാൻ പറ്റും? നിങ്ങളെല്ലാം എന്നെ വിളിക്കാൻ വന്ന ആള് അല്ലേ? അങ്ങനെ കറക്റ്റ് ആയിട്ട് പറയാം. ഇനി ഒരാളെ വെള്ളത്തിന്റെ മീതെ കൂടെ അങ്ങ് സഞ്ചരിച്ചു, അയാൾ ഔലിയാന്ന് അറിയാൻ പറ്റുമോ? ഉറപ്പിച്ച് പറയും. ആണും പെണ്ണില്ലാത്ത കറക്റ്റ് പറയാ. റെഡിയല്ലേ? എന്നാ പിന്നെ ആരാ ഔലിയ? അപ്പൊ കെണിഞ്ഞല്ലോ റബ്ബേ. ഈ ഭേദം അതും ഔലിയല്ല ഇതും ഔലിയല്ല, പിന്നെ ആരാ? അങ്ങനെ നമ്മൾ വെച്ചാൽ മുതുകാടൊക്കെ ഔലിയാക്കന്മാരെ പെടുത്തേണ്ടി വരും. പിന്നെ ആരാണ്? അതാണ് അഖീദന്റെ ഇമാമിങ്ങൾ വളരെ മുമ്പ് തന്നെ അവരുടെ ഗ്രന്ഥങ്ങളിൽ ക്രോഡീകരിച്ചു വെച്ചിട്ടുള്ളത്. നമ്മളെ പോലത്തെ സാധുക്കൾ വരും, പെട്ടുപോകും. അതുകൊണ്ട് സൂക്ഷിക്കണം എന്റെ സഹോദരിമാരെ. അൽ വലിയു അൽ ആരിഫു ബില്ലാഹി ബിദാതിഹി വസിഫാതിഹി. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സാധ്യമാകുന്ന തരത്തിൽ അള്ളാഹുവിന്റെ ദാത്ത് സിഫാത്തുകൾ റിസർച്ച് ചെയ്ത് പഠനം നടത്തിയ ആളുകൾക്കാണ് അള്ളാഹുവിന്റെ ഔലിയ എന്ന് പറയുന്നത്. അതുകൊണ്ടായാലും ഒരാള് പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്, ഞാൻ ഇടക്കിടക്ക് അള്ളാഹുവായിട്ട് മുനാജാത്ത് നടത്തലുണ്ട്, ആ സമയത്ത് എനിക്ക് നിസ്കാരവും വേണ്ട നോമ്പും വേണ്ട എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിക രാഷ്ട്രമാണെങ്കിൽ അയാളെ പിന്നെ ഭൂമി ലോകത്തേക്ക് വെച്ചേക്കേണ്ട. ഇവിടെ അത് പറ്റൂല. ഇവിടെ ജനാധിപത്യ രാഷ്ട്രമാണ്, ജനാധിപത്യ രീതിയിലാണ് ഇവിടുത്തെ വ്യവസ്ഥിതികള്. ഇവിടെ നമുക്കത് പറ്റൂല, അനുയോജ്യമല്ല. എന്നാൽ ആരായിരിക്കണം? പിന്നാൽ മുബാദി പോലെ താഅത്തിന്റെ മേൽ പതിവാക്കുകയും അൽ മുജ്തനിബു അനിൽ മആസി ദോഷങ്ങളെ തൊട്ട് വർദ്ധിച്ചു നിൽക്കുകയും അൽ മുന്നമികു ഫിൽ ലദാത്തി വശഹവാത്ത് സുഖാഡംബര ലൗകിക ജീവിതങ്ങളെ തൊട്ട് വെടിഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണ് ശറഈൽ വലിയെന്ന് പറയുന്നത്. അത്തരം ആളുകളുടെ കൈകളിലൂടെ അല്ലാഹു തആല അവർക്ക് ഓശാരമായി കൊടുത്ത കറാമത്ത് ജീവിതകാലത്തും അതിനേക്കാൾ ഉപരി മരണശേഷവും വെളിപ്പെടുത്താൻ സാധിക്കും. ആ ധാരാളം കറാമത്തുകൾ കാണിച്ച മഹാമനീഷിയാണ് ശൈഖ് അഹ്മദുൽ കബീർ ദിഫാഇ ഖദ്ദസല്ലാഹു തആല സിറുൽ അസീസ്. ഓരോ പേരാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് മനസ്സറിന് സുൽത്താൻ അഹ്മദുൽ കബീർ എന്ന് ചൊല്ലാം. ഇൻഷാ അല്ലാഹ് അടുത്ത ഘട്ടത്തിൽ നമുക്ക് അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാം. യാ സുൽത്താൻ മുഹിയുദ്ദീൻ സുൽത്താൻ അഹ്മദുൽ കബീർ معشوقه سلطان أحمد الكبير يا مالك المتقين سلطان أحمد الكبير
شيخ الإنس والجن سلطان أحمد الكبير يا غوث الثقلين سلطان